ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. അന്തകൻ എന്ന് പറഞ്ഞ പടത്തിന്റെ 1:2 എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ വിശ്വക്സന്റെ 13ാമത്തെ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ശ്രീധർ കാണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നു എഴുതിയിട്ടുള്ളതും. പിന്നെ വിശ്വക്സന്റെ തന്നെ 14ാമത്തെ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി എന്റർടൈൻമെന്റ് പടമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വെപ്പൻ എന്ന് പറഞ്ഞ പടം ആഹയിലൂടെ ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആവുന്നുണ്ട്. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും അല്ലെങ്കിൽ സ്റ്റിൽസ് എന്നൊക്കെ പറയാം, അതൊക്കെ വന്നിട്ടുണ്ട്. അതേമാതിരി തങ്കലാന്റെ കൂടെ കാന്താര എന്നുവെച്ചാൽ ഋഷഭ് ഷെട്ടി തങ്കലാൻ ടീമിന്റെ ഒപ്പം നിന്നിട്ടുള്ള ഫോട്ടോ വന്നിട്ടുണ്ട്. പിന്നെ തങ്കലാന്റെ 8:2 എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഒരു കുഴപ്പമില്ലാത്ത ട്രെയിലറായിട്ടാണ് തോന്നിയത്. പിന്നെ ഭൈരതി രണകൾ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ടൈറ്റിൽ ട്രാക്ക് ഓഗസ്റ്റ് 10 5 മണിക്ക് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ അടിയോ സമീപം എന്ന് പറഞ്ഞ പടത്തിലത്തെ ഓസ്ട്രേലിയയിലത്തെയും UAE GCCയിലത്തെ ഒക്കെ തിയേറ്റർ ലിസ്റ്റ് പുറത്തുവന്നു. പിന്നെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞ പടം കേരളത്തിന് 4.46 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിഞ്ഞു. പിന്നെ ദേവദൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം 3.17 കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയെന്ന് അറിഞ്ഞു. പിന്നെ കിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം കേരളത്തിൽ നിന്ന് 3.21 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം 1.85 കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. പിന്നെ ആംഗ്രി ബേർഡ്സ് 3 എന്ന് പറഞ്ഞിട്ടുള്ള പടം വരുന്നുണ്ട്. അത് 2026 റിലീസൊന്നും കേൾക്കുന്നുണ്ട്. പിന്നെ ഡിമോന്റെ കോളനി 2 എന്ന് പറഞ്ഞ പടത്തിലത്തെ 8:2 7:2 എന്ന് പറഞ്ഞിട്ടുള്ള 2 പോസ്റ്റർ വന്നു. പിന്നെ പോൾഡർ എന്ന് പറഞ്ഞ പടത്തിലത്തെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഡബിൾ ഇസ്മാർട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ലോഞ്ച് ഇവന്റ് ഇന്ന് 2 മണിക്ക് അടക്കുന്നുണ്ട്. അത് ഒരു പാട്ടിന്റെ ലോഞ്ച് ഇവന്റ് ആണ്, ബിഗ് ബുൾ എന്ന് പറഞ്ഞിട്ടുള്ള. അതിന്റെ പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫുൾ ഒരിക്കൽ വീഡിയോ ഇന്ന് 4 മണിക്കായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ പടത്തിന്റെ 9:2 എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും 8:2 എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും വന്നു. പിന്നെ ദേവന എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. അത് ട്രെൻഡിങ്ങിലൊക്കെയാണ് യൂട്യൂബിൽ ഇപ്പോഴും. എന്തായാലും 45 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ SK30 സന്ദീപ് കിഷന്റെ 30ാമത്തെ പടത്തിലത്തെ റൈറ്ററിന്റെ ബർത്ത്ഡേ ആയിരുന്നു. സായി കൃഷ്ണ ബി എന്ന് പറഞ്ഞ ആളുടെ ബർത്ത്ഡേ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ വന്നിരുന്നു അതിൽ നിന്ന്. പിന്നെ ലാറ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് 9 എന്ന് വെച്ചാൽ നാളെ 5 മണിക്ക് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. അത് പുറത്തിറക്കുന്നത് വിജയ് സേതുപതി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ താനാരാന്ന് പറഞ്ഞ ഓഗസ്റ്റ് 23 റിലീസാവുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നപ്പോൾ. പിന്നെ കൊട്ടുകാലി എന്ന് പറഞ്ഞ പടത്തിലത്തെ അന്നവരിൻ്റെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ വന്നു. വീന എന്നാണ് അന്നവരിനെ ഈ പടത്തിൽ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഗുല്ലട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ടിയാൻ്റെ ഡയറക്ടറും റൈറ്ററും കൂടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ ആയിരിക്കും നായകനായി വരിക. എന്തായാലും അതിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരളത്തിലത്തെ തിയേറ്ററിക്കൽ റൈറ്റ്സ് വൈക്ക എൻ്റർപ്രൈസസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ സൂര്യകാന്തിയും എന്ന് പറഞ്ഞ പടത്തിലത്തെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ വാഴ എന്ന് പറഞ്ഞ പടത്തിലത്തെ വാഴായന്തം പുറത്തിറങ്ങി. പിന്നെ മഴ പിടിക്കാതെ മനിത എന്ന് പറഞ്ഞ പടത്തിലത്തെ ദിനമും കാണുമെന്ന് പറഞ്ഞ പാട്ട് ഇന്ന് പുറത്തിറങ്ങും. പിന്നെ വാസ്കോഡഗാമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ OTT റൈറ്റ്സ് എടുത്തിരിക്കുന്ന ആമസോൺ പ്രൈം എന്നുള്ള അറിയിച്ചു. പിന്നെ പാലും പഴം എന്ന് പറഞ്ഞ പടം ഓഗസ്റ്റ് 23 റിലീസാവുക എന്നുള്ള അറിയിച്ചു. പിന്നെ ശരിപ്പാത ശനിവാരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ USA ബുക്കിംഗ് 9 ഓപ്പൺ ആവുമെന്നുള്ള അറിയിച്ചു. പിന്നെ മാർട്ടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ 1 പുറത്തിറങ്ങിയിരുന്നു. അത് 20 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഡബിങ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ 2024 ക്രിസ്മസിന് പടം പുറത്തിറക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പടം നമ്മൾ കണ്ടാണെങ്കിലും ഇപ്പോൾ റീമാസ്റ്റർ ചെയ്തിട്ട് ഓഗസ്റ്റ് 17 റിലീസിന് ഇറങ്ങുന്നുണ്ട്, റിലീസായിട്ട്. അപ്പോൾ കുതിരവട്ടം പപ്പു ആസ് കാട്ടുപറമ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വന്നു. കുതിരവട്ടം പപ്പുവിൻ്റെ പോസ്റ്ററാണ്. അതേമാതിരി ഗണേഷ് കുമാറിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ദാസപ്പൻകുട്ടി എന്നാണ് പടത്തിലത്തെ പേര്. പിന്നെ നുണക്കോഴി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ഇന്നലെ 6:30 വരുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. ഒരു ക്രൈം കോമഡി എന്നുള്ള രീതിയിലാണ് പടത്തിൻ്റെ ജാനർ എടുക്കുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടന്നെ അറിയണം. പിന്നെ മാരി സെൽവരാജ് കാർത്തിനെ വെച്ചിട്ട് പടം എടുക്കും എന്നുള്ള ഏകദേശം കൺഫേം ആയി. അത് ധനുഷിനായിട്ടുള്ള മാരി സെൽവരാജിൻ്റെ പടത്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഫഹദ് ഫാസിൽ നായകനായിട്ട് രഞ്ജി പണിക്കർ കഥ എഴുതി ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പടം വരുന്നുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. ഗുഡ് വിൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും പടം എടുക്കുക എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ജോബി ജോർജിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫഹദ് ഫാസിലിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് ഫഹദ് ഫാസിലിൻ്റെ ബർത്ത്ഡേ ആണ്. എന്തായാലും വേട്ടയ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഫഹദ് ഫാസിലിൻ്റെ ബർത്ത്ഡേ വെച്ചൊരു പോസ്റ്റർ വന്നു. അതിലൂടെ ഫഹദ് ഫാസിലിൻ്റെ ഫസ്റ്റ് ലുക്ക് വേട്ടയാലത്തെ വന്നെന്നുള്ള രീതിയിൽ പറയാം വേണമെങ്കിൽ. പിന്നെ ആവേശം എന്ന് പറഞ്ഞ പടം തെലുങ്ക് റീമേക്ക് ചെയ്യാൻ പോകണം. അതിൻ്റെ റൈറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൽ നണ്ടമുറി ബാലകൃഷ്ണൻ അഭിനയിക്കുന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. പക്ഷേ ഉണ്ടാവില്ല എന്നുള്ള ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും പടം ഹിന്ദിയിലും റീമേക്ക് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ആരൊക്കെയാണ് അതിൽ അഭിനയിക്കുക. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ റിലീസ് ഡിസംബർ 2024 എന്നാണ് ഇപ്പോഴും കേൾക്കുന്നത്. അവരുടെ വർക്കൊക്കെ നടക്കുന്നത് 2024 ഡിസംബറിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടാണ്. എന്തായാലും ഓഗസ്റ്റ് 10 ഇതിൻ്റെ അടുത്ത ഷൂട്ടിങ് തുടങ്ങും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. ചെന്നൈയിലായിരിക്കും അതിൻ്റെ ഷൂട്ടിങ് നടക്കുക 10 മുതൽ. പിന്നെ 50% ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഡബിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എസിൻ്റെ KGF ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ പടത്തിന് ശേഷം വലിയൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു. അടുത്ത പടം ആളുടെ വരാൻ പോണ ടോക്സിക് എന്ന് പറഞ്ഞ പടമാണ്. എന്തായാലും അതിൻ്റെ ഷൂട്ടിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഇന്നലെ ന്യൂസുകൾ വന്നിരുന്നു. ഗീതു മോഹൻദാസാണ് പടം എടുക്കുന്നത്. അപ്പോൾ
ജസ്റ്റിൻ്റെ ലുക്കൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്ന് തുടങ്ങി എന്നുള്ള രീതിയിൽ. അതിൻ്റെ ഒരു ഫോട്ടോ അവർ പങ്കുവച്ചിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ SS രാജമൗലി വിക്രമിനെ വെച്ചിട്ടൊരു പടം എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് SSMB 29 ആയിരിക്കില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിനെ വെച്ചിട്ടാണ് ഇപ്പോൾ SS രാജമൗലി പടം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലാവില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആളുടെ അപ്കമിങ് മൂവീസിൽ വിക്രമിനായിട്ടുള്ളൊരു പടം ഉണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ നോർവേയിലുള്ള ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതിൽ പ്രീ സെയിൽസ് മാത്രം അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലിയോയുടെ റെക്കോർഡൊന്നും തകർത്തിട്ടില്ല. ലിയോയുടെ റെക്കോർഡ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്തായാലും 40K+ കളക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓവർസീസിൽ മൊത്തമായിട്ട് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഓൾറെഡി പടത്തിൻ്റെ ബുക്കിംഗ് അഹിംസ എൻ്റർടൈൻമെൻറ്റ് കുറേ സ്ഥലത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ സിനോപ്സിസ് വന്നിട്ടുണ്ട്. ഒരു ടെററിസ്റ്റ് സ്ക്വാഡിനെ ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് കഥയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. മുന്നുണ്ടായ എന്തോ ഒരു സംഭവം ഇവരെന്തോ കുത്തിപ്പൊക്കുകയോ അങ്ങനെ എന്തോ ഉണ്ടാവും. അതിനുശേഷം ആ പ്രശ്നങ്ങളിൽ ഇവർ നേരിടേണ്ടി വരുന്ന ഒക്കെ എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ കറക്റ്റ് എന്നുള്ള പടം വന്നാലും തന്നെ അറിയുള്ളൂ. പിന്നെ കേരളത്തിൻ്റെ ഒരു വലിയ റിലീഷൻ തന്നെയാണ് പടം ഒരുങ്ങണത് എന്നുള്ളതാണ് കേൾക്കുന്നത്. ശ്രീഗോകുലം മൂവീസാണ് പടം എടുത്തിട്ടുള്ളത്. എന്തായാലും ഗംഭീരമാവട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.